Girls is well. വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക്. ഗൗരിയുടെ ബികോം വിദ്യാഭ്യാസത്തിന് ശേഷം ഇനിയൊരു കോളേജ് ലൈഫ് ഇല്ല എന്ന് കരുതിയിടത്തു നിന്നും കിട്ടിയ ബോണസാണ് ഈ പുതു തുടക്കം. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? കോട്ടയത്തുള്ള മാന്നാനം KE കോളേജിലേക്കാണ്. മനസ്സ് നിറയെ ടെൻഷനാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും നാള് വീടിനടുത്തുള്ള സ്കൂളുകളും കോളേജും ഒക്കെ ആയിരുന്നു ഗൗരിയുടെ ലോകം. ഇപ്പോൾ അല്പം ദൂരത്തിലുള്ള കോളേജിലാണ് ഗൗരിക്ക് അഡ്മിഷൻ റെഡി ആയിരിക്കുന്നത്. അല്പം കൂടുതൽ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റൊക്കെ യാത്രയെ വരുള്ളൂ. പക്ഷെ ഗൗരിയെ സംബന്ധിച്ച് അത് വീട്ടിൽ നിന്നും കുറേ ദൂരെയാണ്. ഒരാവശ്യം വന്നാൽ എനിക്കും അച്ഛനും ഓടിയെത്താനായിട്ട് അരമണിക്കൂറെങ്കിലും എടുക്കും. ഇങ്ങനെയുള്ള കുറേ ടെൻഷനുകളും ഒക്കെ ആയിട്ടാണ് ഈ യാത്ര. ഗൗരിക്ക് തുടർന്ന് പഠിക്കണം, കോളേജിൽ തന്നെ പോകണം എന്ന അടങ്ങാത്ത ആഗ്രഹം ആണിവിടെ ഞങ്ങൾ സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇഗ്നോ വഴി ഓൺലൈനായിട്ട് എംകോം ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു സുദിനത്തിൽ ആ തീരുമാനം ഞങ്ങൾ അങ്ങ് മാറ്റി. കാരണം മറ്റൊന്നുമല്ല, KE കോളേജ് നൽകിയ ധൈര്യമാണ്. ഞങ്ങൾ കോളേജിലെത്തി. ആദ്യമായി ഒരു വലിയ കോളേജ് കാണുന്ന ത്രില്ലാണ് കേട്ടോ ഗൗരി. നെഞ്ചി കൈവച്ച് ദീർഘനിശ്വാസമൊക്കെ എടുത്ത് അമ്പരപ്പോടെ നോക്കുന്നുണ്ട് ആൾ. എത്തിയിട്ടോ. കോളേജിൻ്റെ പിന്നിലുള്ള റാമ്പ് വഴി ഞങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു. അവിടെ എത്താനാണ് പറഞ്ഞിരുന്നത്. അഡ്മിഷൻ ഡെസ്കിലുള്ള ടിൻജോ സാറിനെ വിളിച്ചു. അദ്ദേഹം താമസിയാതെ തന്നെ എത്തി. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഐസൻ സാറും ബിജു അച്ഛനും എത്തി. മുകളിലെ നിലയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും താഴെ എത്തി. ടിജോ സാർ വേഗം തന്നെ അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഐസൻ സാറ് ഞങ്ങളെ ക്ലാസ് റൂമൊക്കെ കാണിച്ചു തന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഗൗരിക്ക് വേണ്ട എല്ലാ സൗകര്യം അവിടെ റെഡിയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാ ടെൻഷനുകളും ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇല്ലാതായി എന്ന് പറയാം. കാരണം ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പോലും ഒരു തലക്കനോ ഇല്ലാതെ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട പ്രിൻസിപ്പൽ ഐസൻ സാർ സത്യത്തിൽ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ടിജോ സാറും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അലൻ സാറ്, പ്രിൻസ് ബ്രദർ, അങ്ങനെ ഓരോരുത്തരും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ശരിക്കും മനസ്സ് നിറയുകയായിരുന്നു. ഗൗരിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ പറയുമ്പോൾ സത്യത്തിൽ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഗൗരിയും വളരെ ഹാപ്പി. മടക്കയാത്രയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജെൻസി മിസ് ഗൗരിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. മിസ്സും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ പുതിയൊരു അന്തരീക്ഷവും പുതിയ കൂട്ടുകെട്ടുകളും ഒക്കെയായി ഗൗരിയുടെ കലാലയ ജീവിതം സന്തോഷപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളും പ്രാർത്ഥിക്കണേ. ഗൗരിയുടെ അമ്മ ആശാപ്രദീപ്.